ഇന്നൊരു ഫോർച്യൂണറാണ് നമ്മൾ സർവീസിന് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ പെർഫോമൻസ് ലാഗ് ഉണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിൻ്റെ എന്താ പ്രശ്നം എന്നുള്ളത്. നല്ല രീതിയിൽ പെർഫോമൻസ് ലാഗാണ്. അപ്പോൾ ഇതിന് നോർമലി ഓയിൽ സർവീസ്, അതേപോലെ ഡീസൽ ഫിൽറ്റർ, ഡൈനാമോൻ്റെ ബെൽറ്റ്, അങ്ങനെ കുറച്ച് പണികൾ കൂടി ഈ കൂട്ടത്തിലുണ്ട്. ആദ്യം നമുക്ക് പെർഫോമൻസിൻ്റെ പ്രശ്നം എന്താ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ എഞ്ചിന് ടോപ്പിൽ വരുന്ന ഈ കവറുണ്ട്. ഈ കവർ അയച്ചിട്ട് എന്താ അവസ്ഥ നോക്കാം. നമ്മൾ മുന്നത്തെ ഇന്നോവയുടെ വീഡിയോ ചെയ്ത അതേ പരിപാടി തന്നെയാണ്, സെയിം മോഡൽ തന്നെയാണ്. ഈ ടോപ്പിൽ വരുന്നൊരു 5 ബോൾട്ട് ഉണ്ട് 10-ൻ്റെ, അത് അയച്ചിട്ട് കവർ മെല്ലെ മാറ്റി വെക്കാം. വന്നപ്പോൾ തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ബൂസ്റ്റ് പ്രഷർ സെൻസറിലേക്ക് വരുന്ന ഈ ലൈന് പുറത്തേക്ക് ചാടി കിടക്കുകയാണ്. അതായത് അതിലേക്ക് പ്രഷറായിട്ട് വരുന്ന എയറിൻ്റെ ലൈന് പുറത്തേക്ക് ചാടി കിടക്കുകയാണ്, പൈപ്പ് പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സാധനം അയച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബൂസ്റ്റ് പ്രഷർ സെൻസറിലേക്കുള്ള ഈ ലൈനിൻ്റെ പ്രശ്നം, അതേപോലെ ഈ സാധനത്തിന് ഡാമേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാലും മീറ്ററിൽ വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് സ്കാൻ ചെയ്താലും കിട്ടാൻ കുറച്ച് പാടാണ്. ഇത് മാനുവലി ചെക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അതേപോലെ തന്നെ ഇത് അവിടെ വരുന്നൊരു ജോയിൻ്റ് ഉണ്ട്, ആ ജോയിൻ്റിൽ നിന്നും ഉരി കിടക്കുകയാണ് ഈ പൈപ്പ്. എന്തായാലും ഈ ഒരു യൂണിറ്റ് ടോട്ടൽ നമ്മൾ അയച്ചെടുത്തിട്ട് ഇതിൽ എവിടെയെങ്കിലും ഡാമേജോ പൊട്ടുകൊണ്ടോ നോക്കാം. നോർമലി ഈ പൈപ്പിനൊക്കെ വിള്ളൽ വരാറുണ്ട്, അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിന് ഡാമേജും വരാറുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ എന്തെങ്കിലും കൺഫേം ആക്കാം. നിലവിൽ ഇതിൻ്റെ ലൈനും കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ ആ പൈപ്പ് കുറച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മളൊരു കമ്പി വെച്ച് നല്ല ടൈറ്റായി കെട്ടിയിട്ടുണ്ട്. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, അതവിടെ നിന്നോളും. അല്ലെങ്കിൽ ആ പൈപ്പ് മാറ്റണം, കിട്ടാൻ കുറച്ചൊന്ന് പാടാണ്. അപ്പം നമ്മളിതിൻ്റെ ലൈന് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തായാലും ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെൻസറിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ ടൈറ്റിൽ കയറിയിട്ടുണ്ട്. നേരത്തെ നല്ല ലൂസായിരുന്നു, ഇപ്പം നല്ല ടൈറ്റിൽ നിൽക്കുന്നുണ്ട്, വലിച്ചിട്ടും പോരുന്നൊന്നുമില്ല. അപ്പം നമ്മുടെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളിൽ നിൽക്കാം. അപ്പം നമ്മൾ ഡീസൽ ഫിൽറ്റർ വേണ്ടിയിട്ട് മാറിയിട്ടുണ്ട്, എൻജിൻ ഓയിൽ മാറിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഡൈനാമോൻ്റെ ബെൽറ്റ് മാറിയിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, അതേപോലെ എയർ മാസ് സെൻസർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത്ര വർക്കാണ് ഇപ്പോൾ ചെയ്തത്. ഇനി എന്തായാലും നമ്മൾ ടോപ്പത്തെ കവർ ഫിറ്റ് ചെയ്തിട്ട് വേണ്ടി ടെസ്റ്റ് മേടിച്ച് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഡീസൽ ഫിൽറ്റർ മാറ്റുകൊണ്ടാണ് ചെറിയൊരു ലാഗ് വന്നത്. നിലവിൽ ഈ 1,00,000 കിലോമീറ്റർ അടുത്താണ് വണ്ടി ഓടിയതൊരു മീറ്ററിലുള്ളത്, പക്ഷേ ജെന്യൂൻ ആവണമെന്നില്ല. ഫോർച്യൂണറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ കയറുന്നുണ്ട്. ആദ്യം ആ പൈപ്പ് വിട്ടതായിരുന്നു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ ആ സാധനത്തിന് ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ വലിയ മാറ്റമുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട് വണ്ടി. ഇപ്പം ആദ്യമൊക്കെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല ലാഗായിരുന്നു, ഇപ്പം സ്മൂത്ത് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ പോർച്ചുവിൻ്റെ വർക്ക് ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.